ഞാൻ വർക്ക് ചെയ്ത സമയത്താണെങ്കിലും ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്താണെങ്കിലൊക്കെ നമ്മളോടൊരു കസ്റ്റമർ പറയാണ് തൽക്കാലം നമ്മൾ വർക്കൊന്ന് ഹോൾഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മളൊരു മുഖം അറിയാതെ ചൊളിഞ്ഞു പോകും ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേസിലൊക്കെ പലപ്പോഴും അത് നിർത്തേണ്ടത് ആവശ്യമാണ്. ആ ബിസിനസ്സിന്, അതായത് കസ്റ്റമറിൻ്റെ ബിസിനസ്സിന് ചിലപ്പോൾ കുറേ മാർക്കറ്റിംഗ് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ആ കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്, ആ ക്ലയൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ബിസിനസ്സിന് വേണ്ടി വരിക. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് അവർ നമ്മളോട് പറയണത് നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലത്തേക്ക് ഒന്ന് പോസ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഞാൻ പറയുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ആ ഒരു അർത്ഥത്തിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നമുക്കത് മുഖം ചുളിയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താ അറിയോ, നമ്മളെ സർവീസിൽ എന്തോ പ്രശ്നമുണ്ട്. ചിലപ്പോൾ ആ ഫ്രസ്ട്രേഷൻ നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റിനോട് പറയും, മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ക്ലയൻറ്റ് പോയി എന്നൊക്കെ പറയും. പിക്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ബിസിനസ്സിന് ആവശ്യം ഉണ്ടെങ്കിലല്ലേ നമ്മളെ സർവീസിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ മന്ത്ലി പ്രൊജക്റ്റാന്ന് എഴുതിയിട്ട് ഒരു കൊല്ലം മൊത്തം നമ്മളെ കൂടെ തന്നെ നിൽക്കണം എന്ന് നിർബന്ധം പിടിക്കുക എന്ന് പറയുന്നത് ശരിക്കും ആ ക്ലയൻറ്റിനെ കൺസിഡർ ചെയ്യാത്ത പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോട് ഒരു കസ്റ്റമർ പറയുകയാണെങ്കിൽ തൽക്കാലം ഒന്ന് നിർത്താം, നമ്മൾ ചോദിക്കും എന്താണ് ഇഷ്യൂ, അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് റീസൺ പറയണ്ടാവും. സെയിൽസ് ടീം മൊത്തത്തിലൊന്ന് അയച്ചു പണേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ളൊരു വന്ന ലീഡ്സ് തന്നെ ഇനി ഫോളോ അപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സെയിൽസിൻ്റെ ഒരു ഭാഗം സ്പീഡപ്പ് ആക്കുക എന്നുള്ളതാണല്ലോ. അല്ലെങ്കിൽ ഓൾറെഡി കിട്ടിയ ഓർഡർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ റിയൽ പ്രോബ്ലമാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. നമ്മൾ റീസെൻ്റ്ലി ഒരു സോളാർ ചെയ്യുന്ന ടീം ഇതേപോലെ പറഞ്ഞു, ഒരുപാട് ലീഡ്സ്, ഒരു ഓഫർ ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ വെച്ച സമയത്ത് ഒരുപാട് ലീഡ്സ് വന്നിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഫുള്ള് കൺവേർട്ട് ആവണമെന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അതേപോലെ തന്നെ ഓൾറെഡി ഫോളോ അപ്പ് ചെയ്ത് പേയ്മെൻറ്റ് വന്നത് ഇനി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. ഒരു കപ്പാസിറ്റി ലിമിറ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടാനുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ സെയിൽസ് ടീമിനെ ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു എന്താ പറയുക, കംഫർട്ട് അല്ലേ, ഒരു കംഫർട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്ലയൻസിന് B2B ആംഗിളിൽ ശരിക്കും വേണ്ടത് അതാണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ബ്രാൻഡ് മന്ത്ര എന്നുള്ളൊരു ബ്രാൻഡിനെ ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ കേസിൽ നിങ്ങളുടെ ബിസിനസ്സിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ടു ഹാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ബിസിനസ് കാരണമാവണം, ബിസിനസ്സിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതായിരിക്കണം, എന്നാൽ മാത്രമേ ഡിസ്കഷൻ കൊണ്ട് കാര്യമുള്ളൂ. എന്തുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം.